തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവല്ലേ, അടുത്ത ഭരണെങ്കിലും കിട്ടില്ലെങ്കിൽ നാണക്കേടാണെന്നുള്ള തീക്ഷ്ണമായ ചിന്ത നമ്മുടെ UDF നേതാക്കളുടെ ഉള്ളിലുണ്ട്. അങ്ങനെ അവര് ജാഗരൂകരായി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പതാണ്ട്ര PMA സലാം വന്നിട്ട് പടിക്കല് വെച്ച് കല്ലൊടച്ചു. മുഖ്യമന്ത്രിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ PMA സലാം എയറിലേക്ക്. കേരളത്തിലെ മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് അതിൽ പോയി ഒപ്പിട്ടത് എന്ന് പറയാതിരിക്കാൻ തീർച്ചയില്ല. ഒന്നുകിൽ മുഖ്യമന്ത്രി ആണാകണം, അല്ലെങ്കിൽ പെണ്ണാകണം. ഇത് രണ്ടും കെട്ട ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കിട്ടിയത് എന്നാണ് നമ്മുടെ അപമാനം. അതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നശിപ്പിച്ച് ഈ ഇലക്ഷൻ എടുത്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ അധിക്ഷേപ പരാമർശം നടത്താൻ എന്നോട് ആരാ പറഞ്ഞെന്ന് ലീഗ് നേതാക്കൾ ഒന്നാണെന്ന് ചോദിച്ചു. എന്താ സാർ കട്ട് പറഞ്ഞത്? കൂടുതൽ നന്നായി പോയോ? രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപത്തിലേക്ക് പോകാൻ പാടില്ല. ഒരു നല്ല കാര്യമല്ല. പാർട്ടിയുടെ നയവും അതിന്റെ തങ്ങള് വരെ തള്ളി പറഞ്ഞല്ലോ സലാംക്ക. നമ്മൾ എന്ത് ചെയ്യും? PM ശ്രീ ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കത്തി കയറി വരായിരുന്നു. പക്ഷെ സലാംക്കയുടെ ആ ഒരു റേഞ്ച് പിടിക്കാനായിട്ട് ലീഗിൽ ആർക്കും പറ്റിയില്ലെന്നേ. അതുകൊണ്ട് വളരെ അന്തസ്സോടുകൂടി ഞങ്ങൾ വ്യക്തിപരമായിട്ടൊന്നും ഞങ്ങൾ പറയില്ല. അന്തസ്സോടുകൂടി ഞങ്ങളെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി സംസാരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അന്തസ് വേണടാ, അന്തസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞാലിക്കുട്ടി സാഹിബും കൈവിട്ടു. പക്ഷെ മാസ പ്രസംഗം വെച്ച് കീച്ചിയ ഡയലോഗില് PMS എല്ലാം ഒറ്റപ്പെട്ട് ഏകാഗിയായിട്ട് നിൽക്കുകയാണ്. ഇനിയെങ്കിലും മാറ്റി പറയാനോ തിരുത്തി പറയാനോ ഉദ്ദേശിച്ചതല്ല. പ്രതികരിക്കുന്നില്ല, അതോടുകൂടി അവസാനിച്ചു. തിരുത്താനാ നമുക്കിനി അതിലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ആ വഴി പോയി. സത്യം പറഞ്ഞാലേ ആ പെൺകുട്ടികളുള്ള വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ എന്ന് പറയാറുണ്ട്. ആൺകുട്ടികളുടെ വീട്ടിലും കയറ്റാൻ കൊള്ളാത്തവനാണ് ഈ സലാം. അതാ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം, പാർട്ടിയിലും അറിയാം. അതൊക്കെ അധിക്ഷേപത്തിന് മറു അധിക്ഷേപം മറുപടി. നിങ്ങളൊക്കെ അധിക്ഷേപ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നവരാണോ? അധിക്ഷേപമാണെങ്കിൽ ഒരാളെ കൂടി വിളിക്കണ്ട പ്ലീസ്. അധിക്ഷേപമാണെങ്കിൽ മൂപ്പരെ ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നെക്സ്റ്റ് ഡിസംബർ വെള്ളാപ്പള്ളി നടേശൻ ഓൺ സ്റ്റേജ്. ഇവിടെ മുസ്ലിമിന്റെ ആധിപത്യം നമ്മുടെ ഭരണകൂടെ വരാൻ പോകുന്നത് നമ്മൾ ഇവിടെ നാട് ഇവിടെ ഉണ്ട്. ഇപ്പൊ ഭരണമില്ലാഞ്ഞിട്ട് അവർ ഭരണത്തിൽ കണ്ടില്ലേ, 9.5 കൊല്ലം കൊണ്ട് പോയി നഷ്ടപ്പെട്ടു പോയത്. ഇനി അടുത്ത പ്രാവശ്യം കൊണ്ട് എല്ലാം കൂടെ പിടിച്ചെടുക്കണം. സോറി, മലപ്പുറം മുസ്ലിം ലീഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി സാറിന് ടെൻഷനാവും. മലപ്പുറം മൂപ്പരെ പിടിച്ച് കടിച്ചേ, അതുകൊണ്ടാ. നല്ല നല്ല വർണ്ണ കടലാസിൽ പൊതി വെച്ചിരിക്കുന്ന ഒട്ടാസ് സൈനറാണ് ഈ ലീഗ് എന്ന് പറയുന്നത്. അത് മലപ്പുറത്ത് പോയാൽ നമുക്ക് ശ്വാസം മുട്ടും. മുസ്ലിങ്ങൾക്ക് മാത്രമേ ഇവിടെ പരിഗണന കിട്ടുന്നുള്ളൂ. ഈഴവരാരും മൈൻഡ് ആക്കണ പോലില്ല. ഈഴവർക്ക് വേണ്ടി സംസാരിക്കാനാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് അധിക്ഷേപ പരാമർശമൊക്കെ ആവാം. ഇത്രയും ഞങ്ങളുടെ വെള്ളാപ്പള്ളി സാറ് പറഞ്ഞുള്ളൂ. അപ്പോഴേക്കും മൂപ്പരെ പിടിച്ച് വർഗീയവാദിയാക്കി. ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. എന്നെ ഇപ്പൊ വർഗീയവാദിയാക്കില്ലേ? ഏത് വാദിയാക്കിയാലും എന്റെ അവസാനത്തെ ശ്വാസം പോകുന്നവരെ ഈഴവ സമുദായത്തിന് അർഹതപ്പെട്ട് മേടിക്കാൻ വേണ്ടി പറയാൻ വേണ്ടി ഞാൻ ഏത് അളവ് വരെ ഞാൻ പറയും. ഇത്രയ്ക്ക് നിഷ്കളങ്കനായി സംസാരിക്കുന്ന വെള്ളാപ്പള്ളി സാറിനെയാണോ നിങ്ങൾ വർഗീയവാദി എന്നും അധിക്ഷേപത്തിൽ PhD എടുത്തവരെന്നൊക്കെ വിളിക്കുന്നത്? ക്രൂവൽ യു ആർ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവര് മാത്രമാണ് വെള്ളാപ്പള്ളി സാറിന്റെ ശത്രുക്കൾ. മന്ത്രി ഗണേഷ് കുമാറിനൊക്കെ മൂപ്പര് ഇപ്പോ 2 കൈകളിലോട്ട് അമ്മാനാടല്ലേ. തല്ലുകൊണ്ടിട്ട് അത് ഞാൻ TV കാണിച്ചല്ലേ. ഞാൻ തല്ലുകൊണ്ടിട്ട് എന്റെ ഭാര്യയുടെ തല്ലുകൊണ്ടിട്ട് ഞാൻ എന്നെ പൂസിക്കലായിരുന്നു. ഇതൊന്നും അല്ല, ഗണേഷ് കുമാർ തറ മന്ത്രിയാണ്. ഈഴവ സമുദായത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ഫ്ലോർ മന്ത്രി എന്നൊക്കെയാണ് വെള്ളാപ്പള്ളി സാറിന്റെ വിദഗ്ധാഭിപ്രായം. ദിവാസ്വപ്നല്ലേ ഡാൻസ് പോയിട്ട് അപ്പനും മകനും കൂടെ പരിച്ചു പറ്റാൻ പരുത്തിലായി. ആ കൺവെൻഷൻ എന്റെ സമുദായത്തിന് ദുഃഖം ഞാൻ പറയണ്ടേ? അവിടെ ഞാൻ പറഞ്ഞു, മറ്റൊരു അനാവശ്യം ഞാൻ പറഞ്ഞില്ല. അങ്ങനെ അധിക്ഷേപ പരാമർശം നടത്താൻ ഇവിടെ നേതാക്കൾ മത്സരിക്കാണ്. എന്തായാലും ആ കാര്യത്തിൽ ലോട്ടറി അടിച്ചത് സലാംക്കയ്ക്കും ലീഗിനുമാണ്. ഇങ്ങനെ അധിക്ഷേപ പരാമർശം നടത്താൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? എന്തായാലും 8.25 അട്ടിവെച്ചതുപോലെയുള്ള എന്ന മൊഴിയുള്ള ഒരു പ്രദേശത്ത് നിന്ന് കിലോമീറ്ററുകൾ മാറിയുള്ള പ്രദേശമായതുകൊണ്ട് തൽക്കാലം നമ്മൾ ക്ഷമിച്ചിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.